ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു LMT. നമ്മൾ ഇന്ന് 9ാം ക്ലാസ്സിലെ ഒന്നാമത്തെ യൂണിറ്റ് ആയ പേഴ്സ് ഓഫ് ഇക്വേഷൻ സമവാക്യ ജോഡികൾ എന്ന പാഠഭാഗത്തിലെ പേജ് 15-ലെ ഒന്നാമത്തെ ചോദ്യമാണ് ചെയ്യാൻ പോകുന്നത്. The price of 2 kgs of orange and 3 kgs of apple is 520 rupees. 2 കിലോ ഓറഞ്ചിനും 3 കിലോ ആപ്പിളിനും കൂടി 520 രൂപയാണ്. The price of 3 kgs of orange and 2 kgs of apple is 480 rupees. 3 കിലോ ഓറഞ്ചിനും 2 കിലോ ആപ്പിളിനും കൂടി 480 രൂപയാണ്. What is the price of each? ഓരോന്നിന്റെ വില എന്താ എന്ന് പറഞ്ഞാൽ 1 കിലോ ആപ്പിളിന് എന്താ വില, 1 കിലോ ഓറഞ്ചിന് എന്താ വില, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്കിത് ചെയ്യാൻ നോക്കാം. എക്സും വൈ എടുത്ത് നമുക്ക് ചെയ്യാം. Let the price of 1 kg of orange, ആദ്യം ഓറഞ്ച് തന്നിരിക്കുന്നുണ്ട്, ഓറഞ്ച് എടുക്കാം. ഓറഞ്ച് ബി rupees x and that of 1 kg of apple b rupees 1. അപ്പൊ തന്നിരിക്കുന്ന ഇൻഫോർമേഷൻ അനുസരിച്ച് അക്കോർഡിംഗ് ദ ഗിവൺ ഇൻഫോർമേഷൻ വി ക്യാൻ ഫോം ഇക്വേഷൻ. തന്നിരിക്കുന്ന വിവരം അനുസരിച്ച് നമുക്ക് സമവാക്യം രൂപീകരിക്കാം. അക്കോർഡിംഗ് ടു ദ ഗിവൺ information, ഇക്വേഷൻ എന്തൊക്കെയാന്ന് നോക്കാം. നോക്കിക്കേ, 1 കിലോ ആപ്പിളിന് എക്സ് ആണെങ്കിൽ 2 കിലോ ആപ്പിളിന് എത്ര വരും? 2x. 3 കിലോ ആപ്പിൾ ആണെങ്കിൽ 3x. അപ്പൊ നമുക്ക് ഇക്വേഷൻ എന്താ കിട്ടും? 2x പ്ലസ് ചേർന്നാണ്, അതുകൊണ്ട് പ്ലസ് 3 കിലോ ആപ്പിൾ, 1 കിലോ ആപ്പിളിന് എത്ര? y. അപ്പൊ 3 കിലോ ആണെങ്കിൽ 3y, 3 × y ഈക്വൽസ് 520. ഇക്വേഷൻ നമ്പർ 1. 2x plus 3y equals 520. ഇക്വേഷൻ നമ്പർ 1. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് എഴുതാം. 2y equals 480. ഇതാണ് രണ്ടാമത്തെ ഇക്വേഷൻ. ആദ്യത്തെ ഇക്വേഷനിൽ 3x, ഇവിടെ 2x ആയിരുന്നു, അപ്പുറത്തോ 3y ആയിരുന്നു അല്ലേ. അപ്പൊ നമുക്ക് ആ ഇക്വേഷൻ ഒന്നുകൂടി എഴുതാം. 1ഉം 2ഉം ഒരുമിച്ച് എഴുതാം. 2x plus 3y equals 520. ഒന്നാമത്തെ ഇക്വേഷൻ. രണ്ടാമത്തെ ഇക്വേഷൻ എന്താണ്ട് മോളിൽ എഴുതിയിട്ടുണ്ട്. 3x plus 2y equals 480. രണ്ടാമത്തെയും കൂടെ ഒന്നുകൂടി എഴുതാം. 3x plus 2y equals 480. ഇത് രണ്ടാമത്തെ ഇക്വേഷൻ. ഇവിടെ നോക്കിക്കേ, 2 ഇവിടെ 3, 2 3 3 2 അല്ലേ. ഇവിടെ നോക്കിക്കേ, എക്സ് ആണെങ്കിൽ 2x, ഇവിടെ രണ്ടാമത്തേല് 3x, ഇവിടെ y ആണെങ്കിലോ 3y, ഇവിടെ 2y. നമുക്ക് ഒന്നുകിൽ എക്സ് ഈക്വൽ ആക്കണം, അല്ലെങ്കിൽ y ഈക്വൽ ആക്കണം. അപ്പൊ രണ്ടിടത്തും ഒരു മൾട്ടിപ്പിൾ ഓഫ് 2 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാനോ മൾട്ടിപ്പിൾ ഓഫ് 3 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ 3 × 2 6, 2 × 3 6 അങ്ങനെ കിട്ടും. അല്ലാതെ ഒരു ഇക്വേഷനെ മാത്രം നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല. 2ഉം 3ഉം 3ഉം 2. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ഒന്നാമത്തെ ഇക്വേഷനെ ഞാൻ 6 ആവണമെങ്കിൽ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ 2 × 3 6, ഇവിടെ 3 × 2 6. അപ്പോൾ രണ്ട് ഇക്വേഷനെയും ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ 2 3 3 2 ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ രണ്ട് ഇക്വേഷനെയും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്തേ പറ്റൂ. എന്നാലേ നമുക്കിത് ഏതെങ്കിലും ഒരു വേരിയബിളിനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റൂ. അപ്പൊ ഞാൻ ഒന്നാമത്തെ ഇക്വേഷനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ എന്ത് കിട്ടും? 3 × 2x plus 3y equals 520.
രണ്ടാമത്തെ ഇക്വേഷനെ ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതുണ്ട് 6 ആവാൻ വേണ്ടി 3x plus 2y equal 480. ഇനി നമുക്ക് ഈ രണ്ട് ഇക്വേഷനും മൾട്ടിപ്ലൈ ചെയ്ത് താഴോട്ട് എഴുതാം. 2 into 3 6 6x 3 into 3 9 into y 9y equals 520 into 3 എത്ര വരും 0 2 3 6 5 3 15 1560 എന്ന് കിട്ടും. This will be given as equation number A. ഇനി രണ്ടാമത്തത് എഴുതി താഴോട്ട് എഴുതാം. 2 into 3 3x that is 6x plus 2 into 2y plus equals 4y plus 4y equals 2 into 480 0 8 to 66 4 to 6 9 equation number B എന്ന് എഴുതാം. ഞാൻ ഈ ചോദ്യം ഹൊറിസോണ്ടൽ മെത്തേഡിലും വെർട്ടിക്കൽ മെത്തേഡിലും കാണിച്ചു തരാം. നിങ്ങൾക്ക് രണ്ട് രീതിയിലും ഇത് സോൾവ് ചെയ്യാം. ആദ്യം ഹൊറിസോണ്ടൽ മെത്തേഡാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ നേരത്തെ സബ്ട്രാക്ട് ചെയ്യാം. വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ ഒന്നിന് താഴെ മറ്റൊന്ന് എഴുതി സബ്ട്രാക്ട് ചെയ്യാം. 6x plus 9y മൈനസ് ആദ്യം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എഴുതുക, പിന്നെ റൈറ്റ് ഹാൻഡ് സൈഡ് 1560 മൈനസ് 960. ഇനി ഓപ്പൺ ദ ബ്രാക്കറ്റ് തുറക്കുക. 6x plus 9y മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, മൈനസ് 6x മൈനസിന്റെ പ്ലസ് മൈനസ് 4y ഈക്വൽ 1560 960. അപ്പൊ അതിൽ എത്ര വരും 600 വരും അല്ലേ? 15 minus 60 minus 60 0 15 minus 9 എത്ര 6 വരും. ഇവിടെ പ്ലസ് 6x മൈനസ് 6x കട്ട് ചെയ്ത് പോകും. അപ്പൊ നമുക്ക് എന്താണ് ആൻസർ വരിക? നമുക്ക് എന്താ ആൻസർ വരാൻ? 9y മൈനസ് 4y ഈക്വൽ 600 എന്ന് വരും. 9y മൈനസ് 4y എന്ന് പറയുമ്പോൾ 5y equal 600. Therefore, y equals 600 by 5 equals 120. നമുക്ക് y കിട്ടി. ഇനി x കൂടി കണ്ടുപിടിക്കണം. നമുക്ക് ആദ്യത്തെ ഇക്വേഷനിൽ ഇടാം. ആദ്യത്തെ ഇക്വേഷൻ ഏതാ? 2x plus 3y equals 520. ഇതിൻ്റെ അകത്ത് നമുക്ക് വൈയുടെ വില കൊടുക്കാം. 2x plus 3 into y 3 into 120 equals 520. 2x plus 360 12 3 36 360 equals 520. 2x equals 520 minus 360 എത്ര വരും? 520 360 പോയാൽ എത്ര വരും? 0 6 4 minus 3 1. 2x equals 160 എന്ന് വരും. Therefore, x is equal to 160 by 2 equals 80 എന്ന് കിട്ടും. നമുക്ക് രണ്ടിന്റെയും ആൻസറായി, എക്സിന്റെയും വൈയുടെയും ആൻസറായി. നമ്മൾ എക്സ് എന്തായിട്ടാണ് എടുത്തത്? ഓറഞ്ച്. വൈ എന്തായിട്ടാണ് എടുത്തത്? ആപ്പിൾ. അപ്പൊ നമുക്ക് ഓറഞ്ചിന് 1 കിലോ ഓറഞ്ചിന് 80 രൂപയും 1 കിലോ ആപ്പിളിന് 120 രൂപയും ഇവിടെ എഴുതാം. പ്രൈസ് ഓഫ് 1 kg ഓഫ് orange equals ₹80. Price of 1 kg of apple. എപ്പോഴും ആപ്പിളിനല്ല വില കൂടുതൽ. ഈക്വൽസ് ₹120. മനസ്സിലായല്ലോ? ഇതാണ് നമ്മുടെ ആദ്യത്തെ കണക്ക്. ഇനി പേജ് 16 രണ്ടാമത്തെ ചോദ്യം. A wire 1 meter long is cut into 2 pieces
one of which is bent into a square and the other into an equilateral triangle. 3 times the side of the square and 2 times the side of the equilateral triangle makes 71 centimeters. What are the length of the pieces? അതായത് ചോദ്യത്തിൽ പറയുന്നത് എന്താണ്? 1 മീറ്റർ നീളമുള്ള ഒരു വയറിന് 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര? 100 സെന്റിമീറ്റർ. ഇതിനെ രണ്ടായിട്ട് കട്ട് ചെയ്ത്, തുല്യമായിട്ടല്ല, 2 പീസായിട്ട് കട്ട് ചെയ്ത്, ഒരു പീസ് എടുത്ത് എന്തുണ്ടാക്കി? സ്ക്വയർ എന്ന സമയത്തിന് 4 വശവും തുല്യം. മറ്റൊരു പീസ് എടുത്ത് എന്താ ഉണ്ടാക്കി? ഈക്വലാറ്ററൽ ട്രയാങ്കിൾ, സമഭുജ ത്രികോണം. ഇതുപോലുള്ള ചോദ്യം ആദ്യത്തെ എക്സസൈസിൽ വന്നിട്ടുള്ളതാണ് അല്ലേ? എന്നിട്ട് എന്താ പറയുന്നത്? 3 times the side of the square, അതായത് സമചതുരത്തിന്റെ വശങ്ങളുടെ 3 മടങ്ങും ഈക്വലാറ്ററൽ സമഭുജ ത്രികോണത്തിന്റെ വശങ്ങളുടെ 2 മടങ്ങും ചേർന്നാൽ 71 സെന്റിമീറ്റർ ആകും. അങ്ങനെയാണെങ്കിൽ ലെങ്ത് ഓഫ് ദ പീസസ്, ഈ മുറിച്ചെടുത്ത് മാറ്റിയ ഈ കഷ്ണങ്ങളുടെ നീളം എത്ര? 2 പീസാക്കി മുറിച്ചെന്ന് പറഞ്ഞല്ലേ, അവയുടെ നീളം എത്രയാണ്? ഇപ്പൊ 100 സെന്റിമീറ്റർ ഈക്വൽ ആയിട്ടല്ല ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, മുറിച്ചിരിക്കുന്നത്. കാരണം എന്താണ്? ഇത് 3 വശം, ഇത് 4 വശം. ഇതിനായിരിക്കുമല്ലോ കൂടുതൽ നീളം വേണ്ടത്. വയറിൽ ഏറ്റവും കൂടുതൽ നീളം വേണ്ടത്, ഈ രണ്ടിലും കൂടുതൽ നീളം വേണ്ടത് സമചതുരത്തിനും ഈക്വലാറ്ററലിനും കുറവും മതി. കാര്യം ഇതിന് 4 വശം, ഇതിന് 3 വശം. നമുക്ക് ഈ ചോദ്യം ചെയ്യാൻ നോക്കാം. എക്സും വൈയും 2 വേരിയബിൾ എടുത്ത് ചെയ്യാം. 1 മീറ്റർ നീളം, 1 മീറ്റർ എന്നാണ് 100 സെന്റിമീറ്റർ. ലെറ്റ് ദ പീസ് ഓഫ് wire taken to make a square ഉണ്ടാക്കാൻ എടുത്ത വയറിന്റെ നീളം, the piece of wire taken to make a square is of length x centimeter and is അല്ല ബി ആണ് കൊടുക്കേണ്ടത്. ലെറ്റ് എടുക്കുമ്പോൾ ബി ഓഫ് ലെങ്ത് x centimeter and that of equilateral triangle b y സെന്റിമീറ്റർ. അപ്പം എന്താണ്? സ്ക്വയർ ഉണ്ടാക്കാൻ എടുത്ത വയറിന്റെ നീളം x സെന്റിമീറ്ററും ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ടാക്കാൻ എടുത്ത വയറിന്റെ നീളം y സെന്റിമീറ്റർ ഒന്നും സങ്കല്പിച്ചാൽ ഈ 2 വയറിന്റെയും കൂടെ നീളം ചേരുന്നതാണ് എത്ര? 1 മീറ്റർ. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് ഇക്വേഷൻ ഉണ്ടാക്കിയൂടെ? ഇക്വേഷൻ ഈസ് x plus y is equal to 100. Equation number 1. According to the given information. തന്നിരിക്കുന്ന വിവരം അനുസരിച്ച്, according to the given information. അപ്പൊ ഈ എക്സ് എന്ന് പറയുന്നത് 4 വശത്തിനും കൂടെ എടുത്തതാണ് എക്സ്. അല്ലെങ്കിൽ നമുക്കിത് വേറൊരു രീതിയിലും എടുക്കാം. ഒരു വശം എക്സ് എന്ന് എടുത്തിട്ട് 4x എന്ന് എടുക്കാം. പിന്നെന്താ പറയുന്നത്? 3 times the side of the square and 2 times the side of the, അപ്പം ഇത് മൊത്തത്തിലാണ്, പെരിമീറ്റർ ആണ് നമ്മൾ എക്സ് എന്ന് എടുത്തത്, ഇത് പെരിമീറ്റർ ആണ് വൈ എന്ന് എടുത്തത്. അപ്പം ലെങ്ത് ഓഫ് വൺ സൈഡ്, length of one side of square equals x by 4. Length of one side of equilateral triangle equals y by 3. 3 വശത്തിനും കൂടെ y ആണെങ്കിൽ ഒരു വശം y by 3. ഇത് വേറെ രീതിയിലും ചെയ്യാം കേട്ടോ. എന്നിട്ട് എന്താ പറയുന്നത്?
ഇനി അടുത്ത ഇക്വേഷൻ നമുക്ക് ഫോം ചെയ്യാം. അക്കോർഡിംഗ് ദ ഗിവൺ ഇൻഫർമേഷൻ we can form the second equation, that is 3 times the side of square. 3 times ഒരു സൈഡ് x by 4 അല്ലേ, 3 times the side of the square plus 2 times the side of the equilateral triangle. 2 into y by 3 equals 71 centimeter. ഇതാണ് സെക്കൻഡ് ഇക്വേഷൻ. ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവരാം. ഇതാണ് 3x by 4 plus 2y by 3 equals 71. ഇതിന്റെ ഫ്രാക്ഷൻ നമുക്ക് മാറ്റണ്ടേ? എന്ത് ചെയ്യണം? എൽസിയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഈ ഫ്രാക്ഷൻ നമുക്ക് മാറ്റണം. അപ്പൊ നമ്മുടെ എൽസിയം 4 into 3 12. 12 കൊണ്ട് എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. 3x by 4 into 12 plus 2y by 3 into 12 equals 71 into 12. എത്ര കിട്ടും? 3 ഇവിടെ 4. 3 into 3 9x plus 2 into 4 8y equals 71 12 കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. 1 7 2 5 8 852. നമുക്ക് ഇതിന് 3 എന്ന് കൊടുക്കാം. രണ്ടാമത്തെ ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് 3 എന്ന് കൊടുക്കാം ഈ ഇക്വേഷന്. പിന്നെ എക്സ് പ്ലസ് വൈ, ഫസ്റ്റ് ഇക്വേഷൻ കൂടി ഇങ്ങോട്ട് കൊണ്ടുവരാം. എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 100. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. ഓക്കെ, എന്താണ്, എക്സ് രണ്ടും ഡിഫറെന്റ് ആണ്, വൈ രണ്ടും ഡിഫറെന്റ് ആണ് അല്ലേ. അപ്പം ഒന്നുകിൽ എക്സ് ഈക്വലൈസ് ചെയ്യണം, ഇതിനെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അല്ലാതെ വൈ ഈക്വലൈസ് ചെയ്യണം, ഇതിനെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. ഞാൻ എക്സ് ഈക്വലൈസ് ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് ഇക്വേഷൻ ഇൻറ്റു 9 gives 9x plus 9y equals 900. ഇതിന് ഞാൻ 4th എന്ന് പേര് കൊടുക്കുന്നത്. സിംപ്ലിഫൈങ് തേർഡ് ആൻഡ് ഫോർത്ത്, അതായത് സബ്ട്രാക്ടിങ് 3 minus 4. 3 minus 4 എന്താ കിട്ടും? 9x plus 8y minus 9x plus 9y ഈക്വൽസ്, ബ്രാക്കറ്റ് ഇടുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാം, ഇവിടെ മൈനസ് സൈൻ ആയതുകൊണ്ട് നമ്മൾ തെറ്റിക്കും. 852 minus 900. Open the bracket. 9x plus 8y minus കൊണ്ട് മൾട്ടിപ്ലൈ minus 9x minus 9y equals 852 നിന്ന് 900 പോവുക. ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കാം. കുറച്ചിട്ട് നെഗറ്റീവ് സൈൻ കൊടുക്കുക. 52 പേര് എത്ര? 48 minus 48. ഇവിടെ ഇത് രണ്ടും ക്യാൻസൽ ആയി പോകും അല്ലേ. 8y minus 9y minus y minus y is equal to 48. Therefore y is equal to 48. അപ്പം y 48 ആണെങ്കിൽ x എത്ര? ഇതിൻ്റെ അകത്ത് കൊടുത്താൽ പോരെ. x plus y is equal to 100. y 48 ആ. x plus 48 equals 100. അപ്പൊ x എത്ര കിട്ടും? നമുക്ക് ഇപ്പുറത്തോട്ട് എഴുതാം. x plus y is equal to 100. x plus 48 equals 100. Therefore, x is equal to 100 minus 48 equals 52. x 52 എന്നും y 48 എന്നും കിട്ടി. എന്താണ് നമ്മൾ എടുത്തത്? സ്ക്വയറിനെടുത്ത നീളം എന്താണ്? 52ഉം റെക്റ്റാങ്കിളിനെടുത്ത് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിനെടുത്ത പീസിന്റെ ലെങ്ത് 48ഉം. Therefore, length of the piece for square
ഈക്വൽസ് എത്ര സ്ക്വയറിൽ എക്സ് എന്ന് എടുത്താൽ 52 സെന്റിമീറ്റർ ആൻഡ് length of the piece for equilateral triangle equals 48 സെന്റിമീറ്റർ. ഒരെണ്ണത്തിന് 48ഉം ഒരെണ്ണത്തിന് എത്രയായിട്ട് കിട്ടിയിരിക്കുന്നത് 52 ഈക്വൽ 48 സെന്റിമീറ്റർ. മനസ്സിലായോ? 52 സെന്റിമീറ്ററും 48 സെന്റിമീറ്ററുമാണ് നമുക്ക് കിട്ടിയത്. ഇനി അടുത്തത് ചോദ്യം മനസ്സിലായി. ഇത് വേറൊരു രീതിയിലും ചെയ്യാം, അതുകൂടി ഞാൻ കാണിച്ചു തരാം. കാണിച്ചൊന്നും അല്ലാതെ വേറൊരു രീതി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, ആ രീതി കാണിച്ചു തരാം. ഒന്ന് സ്ക്വയറും ഒന്ന് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. അപ്പൊ ഒരു സൈഡ് എക്സ് എന്ന് എടുക്കുക, ഇത് ഒരു സൈഡ് വൈ എന്ന് എടുക്കുക. ലെറ്റ് ദ സൈഡ് ഓഫ് സ്ക്വയർ ബി എക്സ് ആൻഡ് ദാറ്റ് ഓഫ് equilateral triangle be y. പീസ് എടുത്തെന്ന് പറഞ്ഞേ, രണ്ടിനും കൂടി എടുത്ത പീസ്, ലെങ്ത് ഓഫ് പീസ് എക്സ് 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 4x അല്ലേ. ലെങ്ത് ഓഫ് ദ പീസ് been to make സ്ക്വയർ ഉണ്ടാക്കാൻ എടുത്ത വയറിന്റെ നീളം ഒരു വശം എക്സ് ആണെങ്കിൽ 4 വശം 4x. അങ്ങനെ ഇക്വലാറ്ററൽ ട്രയാങ്കിളെ നമുക്ക് എഴുതാം. ലെങ്ത് ഓഫ് ദ പീസ് bent to make an equilateral ട്രയാങ്കിൾ ഈക്വൽസ് ഒരു സൈഡ് വൈ. അപ്പൊ 3 സൈഡ് ആണെങ്കിൽ 3y. ഇത് രണ്ടും കൂടെ ചേരുന്നതാണ് 1 മീറ്റർ, അതായത് 100 സെന്റിമീറ്റർ. ഇക്വേഷൻ ഈസ് 4x plus 3y equals 100. ഇക്വേഷൻ നമ്പർ 1. അതായത് 1 മീറ്റർ 100 സെന്റിമീറ്റർ. പിന്നെ അടുത്ത രണ്ടാമത്തെ കണ്ടീഷനിൽ എന്താ പറയുന്നത്? സ്ക്വയറിന്റെ 3 മടങ്ങ്. അപ്പം ഒരു സൈഡ് എക്സാ, അപ്പൊ സൈഡിനെ ബേസ് ചെയ്താ പറയുന്നത്. ഒരു സൈഡ് എക്സാ, അത് വശത്തിന്റെ 3 മടങ്ങ് എന്ന് 3x. പിന്നെന്താണ്? ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ വശത്തിന്റെ 2 മടങ്ങും ചേർന്നാൽ എത്ര? 71. രണ്ടാമത്തെ ഇക്വേഷൻ. ഈ 2 ഇക്വേഷനും സോൾവ് ചെയ്താൽ ഇതിന്റെ അകത്ത് ഫ്രാക്ഷൻ ഒന്നും വരുന്നില്ല. ഇത് 2 സോൾവ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടും? എക്സും വൈയും കിട്ടും. ഒന്നുകൂടി ഇക്വേഷൻ എടുത്ത് എഴുതാണ്. എന്താണ്? 4x plus 3y equals 100. അതായത് ഒന്നാമത്തെ ഇക്വേഷൻ. അടുത്തത് എന്താണ്? 3x plus 2y equals 71. ഇക്വേഷൻ നമ്പർ 2. രണ്ടിലും ഇവിടെ 4x 3x x ഈക്വൽ അല്ല, y ആവട്ടെ yയും ഈക്വൽ അല്ല. അപ്പൊ ഏതെങ്കിലും ഒന്നിനെ നമുക്ക് ഈക്വൽ ആക്കണം. നോക്ക്, ഞാൻ x ഈക്വൽ ആക്കും. അപ്പം 3 കൊണ്ട് ഇതിനെയും 4 കൊണ്ട് ഈ ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. 2 ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്യാതെ ഇത് ചെയ്യാൻ സാധ്യമല്ല, സോൾവ് ചെയ്യാൻ സാധ്യമല്ല. അപ്പം ഫസ്റ്റ് ഇക്വേഷൻ ഇൻറ്റു 3 ഇപ്പൊ എന്താവും? 3 4 12 ആവും അല്ലേ? ഫസ്റ്റ് ഇക്വേഷൻ ഇൻറ്റു 3 ആൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും 4x plus 3y equals 100. അടുത്ത് സെക്കൻഡ് ഇക്വേഷൻ ഇൻറ്റു 4, 3x plus 2y equals 71. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എഴുതാം.
12x plus 3 3s 9y equals 300. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് റൈറ്റ് ഹാൻഡ് സൈഡ് മൾട്ടിപ്ലൈ ചെയ്യണം കേട്ടോ. ഈ സൈഡ് മൾട്ടിപ്ലൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ. പല കുട്ടികളും ചെയ്യുന്ന തെറ്റാണ്. ഈ സൈഡ് മൾട്ടിപ്ലൈ ചെയ്യത്തില്ല. 4 into 3 12x plus 4 into 2 8y equals 71 into 4 എത്ര വരും? 284. ഇനി ഇതിന് നമുക്ക് 3 എന്നും ഇതിന് നമുക്ക് 4 എന്നും കൊടുക്കാം. ഞാൻ പറഞ്ഞില്ലേ വേറൊരു രീതി ഉണ്ടെന്നാ. ഇത് എന്താണ് ഹൊറിസോണ്ടൽ രീതിയിൽ ചെയ്യുന്നതിന് പകരം നമുക്ക് വെർട്ടിക്കലായിട്ട് സബ്ട്രാക്ട് ചെയ്യാം. ചേഞ്ച് ദ സൈൻ ആൻഡ് ആഡ്. ഇതാണ്ട് പ്ലസ് മൈനസ് ആയി, പ്ലസ് മൈനസ് ആയി, ഇവിടെ മൈനസ് ആയി, രണ്ടും കൂടെ ക്യാൻസൽ ആയി. 12x മൈനസ് 12x. ഇനി 9y മൈനസ് 8y എത്ര കിട്ടും? y. നമ്മൾ ചേഞ്ച് ചെയ്ത സൈനെ പിന്നെ നോക്കാവുള്ളൂ. ഈ മെത്തേഡ് നിങ്ങളുടെ ടെക്സ്റ്റിൽ കിടപ്പില്ല, പിന്നെ ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ. 300 minus 284 എത്ര? 16. y is equal to 16 കിട്ടി. അപ്പോൾ y എന്ന് പറയുന്നത് ഒരു സൈഡ് മാത്രമേ ആവുന്നുള്ളൂ, പീസിന്റെ ലെങ്ത് അല്ല. അപ്പോൾ 3y ആണ് നമ്മുടെ y ഈക്വലാറ്റർ ട്രയാങ്കിളിൽ എടുത്തത്. അപ്പൊ 3y is equal to 16 into 3 48 എന്ന് കിട്ടി അല്ലേ? പിന്നെ സ്ക്വയർ ഒരു സൈഡ് x. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് x കണ്ടുപിടിക്കണം. ഏതെങ്കിലും ഇക്വേഷൻ, ആദ്യത്തെ ഇക്വേഷൻ തന്നെ കൊടുത്തേ. 4x plus 3y 3 into y is 16. 48 കൊടുക്കരുത് കേട്ടോ. 16 equals 100. 4x plus 3 into 16 equals 100. പുറത്തോട്ട് എഴുതാം. 4x plus 3 into 16 is 48 equals 100. 4x equals 100 minus 48 equals 52. Therefore, x is equal to 52 by 4. 1 3 13 എന്ന് കിട്ടും. അപ്പൊ നമ്മള് ഒരു സൈഡാ, സ്ക്വയറിന്റെ ഒരു സൈഡാ. ഇവിടെ 4x എന്ന് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞ ആൻസർ അല്ലേ? അപ്പം എത്ര? 4x equals 13 into 4 52. അപ്പം ഇതാണ് നമ്മുടെ ആൻസർ. ഇതാണ് ലെങ്ത് ഓഫ് ദ പീസ്. ആദ്യത്തേന് സ്ക്വയറിന് 4x എടുത്ത്, ഈക്വലാറ്റർ ട്രയാങ്കിളിന് 3x എടുത്ത്. 4x നമുക്ക് കിട്ടിയത് 52 സെന്റിമീറ്ററും 3y നമുക്ക് കിട്ടിയത് 48 സെന്റിമീറ്ററും നമുക്ക് എഴുതാം. ഇതിൻ്റെ അകത്ത് ഫ്രാക്ഷൻ വന്നില്ലെന്നേ ഉള്ളൂ ഇക്വേഷനിൽ, ബാക്കിയെല്ലാം ഒരേപോലൊക്കെ തന്നെ. Therefore, length of the piece taken for square. സ്ക്വയറിന് ഉപയോഗിച്ച ലെങ്ത് എത്ര? 52 സെന്റിമീറ്റർ. കാണുന്നില്ല അല്ലേ? ഇത് കുറച്ചുകൂടി പുറത്തോട്ട് എഴുതാം. Therefore, length of the piece taken for square equals 52 centimeter, and that of rectangle അല്ല, equilateral triangle. രണ്ടും കൂടെ ഒരുമിച്ച് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് നിങ്ങളങ്ങ് എഴുതിയാൽ മതി. സ്ക്വയർ 52 സെന്റിമീറ്റർ ഓഫ് ലെങ്ത് for equilateral triangle triangle 48 centimeter of length. മനസ്സിലായല്ലോ? For square 52 centimeter of length, for equilateral triangle 48 centimeter of length. 50 രണ്ടും കൂടി ചേരുമ്പോൾ 100 ആവുന്നില്ലേ?
4 square, 52 centimeter of length. For equilateral triangle, 48 centimeter of length. Okay. ഇനി ഒരു ചോദ്യം കൂടെ ഉണ്ട്, അതും കൂടി നമുക്ക് ചെയ്യാം. മൂന്നാമത്തെ ചോദ്യം. 4 years ago, 4 വർഷങ്ങൾക്ക് മുമ്പ്, റഹീംസ് ഏജ്, റഹീമിന്റെ വയസ്സെന്ന് പറയുന്നത് 3 times ഏജ് ഓഫ് രാമു. രാമുവിന്റെ വയസ്സിന്റെ 3 മടങ്ങാണ്. രാമുവിന്റെ വയസ്സിന്റെ 3 മടങ്ങാണ്. ആഫ്റ്റർ 2 years, 2 വർഷങ്ങൾക്ക് ശേഷം, this would become 2 times. എത്രയായി? 2 മടങ്ങായി. വാട്ട് ആർ their ages now? ഇപ്പോഴുള്ള അവരുടെ വയസ്സ് എത്ര? ഇപ്പോഴുള്ള വയസ്സ് എത്രയെന്ന് കണ്ടുപിടിക്കണം. ഇപ്പൊ 2 പേരല്ലേ ഉള്ളത്? ആരൊക്കെയാ ഉള്ളത്? റഹീമും രാമും. രാമാന്ന് തോന്നല്ലേ? അപ്പം പ്രസന്റ് ഏജസ് ഞാൻ ഇങ്ങനെ ഒരു ബോക്സ് പോലെ എഴുതി കാണിക്കാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകാൻ എളുപ്പമാണ്. റഹീമിന്റെ പ്രസന്റ് ഏജ് എക്സ് എന്നും രാമുവിന്റെ വൈ എന്നും എടുക്കുകയാണ്. അപ്പം ഇവിടെ 2 കാര്യം പറയുന്നു. 4 വർഷങ്ങൾക്ക് മുമ്പും 2 വർഷങ്ങൾക്ക് ശേഷവും. 4 വർഷങ്ങൾക്ക് മുമ്പ് 2 പേർക്ക് 4 വയസ്സ് കുറയും അല്ലേ? 2 വർഷങ്ങൾക്ക് ശേഷമാകുമ്പോ 2 പേർക്കും 2 വയസ്സ് കൂടും. അപ്പൊ നമുക്കിത് പിന്നെ ഇക്വേഷൻ ഫോം ചെയ്യാം. ഓക്കെ. 4 years ago, 4 years ago, 4 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ എക്സ് മൈനസ് 4 ആവും, ഇവിടെ y minus 4 ആവും. 2 years, after 2 years, after 2 years, 2 വർഷങ്ങൾക്ക് ശേഷം എന്ത് ചെയ്യും? 2 പേര് എല്ലാം പെർസെന്റേജിൽ നിന്നാ നോക്കണ്ട കേട്ടോ. പെർസെന്റേജ് ഇപ്പോഴും എത്രയാണ് വയസ്സുണ്ടോ അതിന്റെ കൂടെ 2 കൂടും. എക്സ് പ്ലസ് 2 ആവും, ഇവിടെ y പ്ലസ് 2 ആവും. ഇത്രയും എഴുതി വെച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ ഉണ്ടാക്കാൻ എളുപ്പമാണ്. പല കുട്ടികളും തെറ്റിക്കുന്നത് ഇക്വേഷൻ ഫോം ചെയ്യാനാണ്. ഇക്വേഷൻ ഫോം ചെയ്യുന്നതിന് മാത്രം നിങ്ങൾക്ക് എന്താണ് 3 മാർക്കിന്റെ ചോദ്യമാണെങ്കിൽ 1 മാർക്ക് ഇക്വേഷൻ ഫോം ചെയ്യുന്നതിന് തന്നെയുണ്ട്. ഓക്കെ. ഇനി നമുക്ക് ഇക്വേഷൻ ഫോം ചെയ്യാം. അപ്പൊ നമുക്ക് ഇക്വേഷൻ ഏതാ? അക്കോർഡിംഗ് ദ ഗിവൺ ഇൻഫോർമേഷൻ, 4 വർഷങ്ങൾക്ക് മുമ്പ് റഹീമിന് എത്ര വയസ്സായിരുന്നു? എക്സ് മൈനസ് വൈ. റഹീംസ് ഏജ് ഈസ് ഈക്വൽ ടു 3 times ഏജ് ഓഫ് രാമു. 3 into y minus 4. 4 വർഷങ്ങൾക്ക് മുമ്പ് റഹീമിന് എക്സ് മൈനസ് 4ഉം രാമുവിന് y minus 4ഉം ആയിരുന്നു. അപ്പൊ നമുക്ക് കണ്ടീഷൻ എന്താ പറയുന്നത്? 4 വർഷങ്ങൾക്ക് മുമ്പ് റഹീമിന്റെ വയസ്സ് രാമുവിന്റെ വയസ്സിന്റെ 3 മടങ്ങായിരുന്നു. അതാണ് എക്സ് മൈനസ് 4 ഇസ് ഈക്വൽ ടു 3 into y minus 4. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ. ഇത് നമുക്ക് ഇനി രണ്ടാമത്തെ ഇക്വേഷൻ എഴുതാം. എന്താണ്? 2 വർഷങ്ങൾക്ക് ശേഷം റഹീമിന്റെ വയസ്സ് എന്ന് പറയുന്നത് രാമുവിന്റെ വയസ്സിന്റെ 2 മടങ്ങ്. 2 വർഷങ്ങൾക്ക് ശേഷമുള്ള വയസ്സാ എടുക്കേണ്ടത്, പ്രസന്റ് അല്ല എടുക്കേണ്ടത്. രാമുവിന്റെ വയസ്സിന്റെ 2 മടങ്ങാണ് 2 വർഷങ്ങൾക്ക് ശേഷം. അപ്പൊ 2 വർഷങ്ങൾക്ക് ശേഷം രാമുവിന്റെ വയസ്സിന്റെ 2 മടങ്ങാണ് റഹീമിന്റെ വയസ്സ്. 4 വർഷങ്ങൾക്ക് മുമ്പ് രാമുവിന്റെ വയസ്സിന്റെ 3 മടങ്ങാണ് റഹീമിന്റെ വയസ്സ്. അപ്പൊ നമുക്ക് 2 ഇക്വേഷൻ കിട്ടി. ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്ത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. എക്സ് മൈനസ് 4 ഇസ് ഈക്വൽ ടു 3 into y, 3y, 3 into minus 4, minus 12. അപ്പൊ ആദ്യത്തെ ഇക്വേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. ഈ മൈനസ് 1 ഇപ്പുറത്ത് കൊണ്ടുപോവാം, 3y സൈഡ് ഇപ്പുറത്തോ സൈഡിൽ കൊണ്ടുവരാം. അപ്പൊ മൈനസ് 3y ആവും അല്ലേ? മൈനസ് 1 അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ പ്ലസ് 4 ആവും. മൈനസ് 12 പ്ലസ് 4 എന്ത് കിട്ടും? എക്സ് മൈനസ് 3y ഇസ് ഈക്വൽ ടു മൈനസ് 8 എന്ന് ഇക്വേഷൻ കിട്ടും. ആ ഇക്വേഷന് നമുക്ക് 3 എന്നോ എ എന്നോ പേര് കൊടുക്കാം. ഓക്കെ. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് സിംപ്ലിഫൈ ചെയ്യണം. രണ്ടാമത്തെ ഇക്വേഷൻ
രണ്ടാമത്തെ ഇക്വേഷൻ ആണ് സിംപ്ലിഫൈ ചെയ്യാൻ പോകുന്നത്. എക്സ് പ്ലസ് 2 ഈക്വൽസ് 2 ഇൻറ്റു വൈ, 2y പ്ലസ് 2 ഇൻറ്റു 2 4. എന്താണ് ഈ 2y ഇപ്പുറത്ത് കൊണ്ടുവരിക, പ്ലസ് 2നെ അപ്പുറത്ത് കൊണ്ടുപോവാം. നമുക്ക് എന്ത് കിട്ടും? എക്സ് മൈനസ് 2y ഈക്വൽസ് 4 മൈനസ് 2. എക്സ് മൈനസ് 2y ഇസ് ഈക്വൽ ടു 2. ഈ ഇക്വേഷൻ നമുക്ക് ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുക്കാം. ഇനി 3ഉം 4ഉം സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എക്സും വൈയും കിട്ടും. ഓക്കെ, ഇവിടെ തന്നെ നമുക്ക് സോൾവ് ചെയ്യാം. രണ്ട് ഇക്വേഷൻ എടുത്ത് അങ്ങോട്ട് എഴുതുക. എക്സ് മൈനസ് 3y ഈക്വൽസ് മൈനസ് 8. എക്സ് മൈനസ് 2y ഇസ് ഈക്വൽ ടു 2. ഇത് 3, ഇത് 4. നമുക്ക് ഇതാ ഇവിടെ നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് രണ്ടിന്റെ ഈക്വൽ ആണ്. അതുകൊണ്ട് നമുക്ക് ഒന്നും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ട. ഇവിടെ വൈയുടെ ഈക്വൽ അല്ല, പക്ഷെ എക്സിന്റെ ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കോഎഫിഷ്യന്റ് ഈക്വൽ ആക്കണ്ട. ഇപ്പൊ നമുക്ക് എന്താണ് സബ്ട്രാക്ട് ചെയ്യാം. രണ്ടും പോസിറ്റീവ് ആയതുകൊണ്ട് സബ്ട്രാക്ഷൻ, ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവ് ആണെങ്കിൽ അഡീഷൻ. അപ്പം 3 മൈനസ് 4 എന്ത് കിട്ടും? എക്സ് മൈനസ് 3y മൈനസ് എക്സ് മൈനസ് 2y ഈക്വൽസ് മൈനസ് 8 മൈനസ് 2. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എക്സ് മൈനസ് 3y മൈനസ് എക്സ് മൈനസ് മൈനസ് പ്ലസ് 2y ഈക്വൽസ്, രണ്ട് നെഗറ്റീവ് ആണ് അല്ലേ? മൈനസ് 8 മൈനസ് 2 എത്ര കിട്ടും? മൈനസ് 10 എന്ന് കിട്ടും. നേരത്തെ ഇക്വേഷൻ ഇങ്ങോട്ട് എടുത്ത് എഴുതിയിട്ടുണ്ട്. അപ്പൊ പ്ലസ് എക്സും മൈനസ് എക്സും കൂടെ കട്ട് ചെയ്യുമ്പോൾ മൈനസ് 3y പ്ലസ് 2y എത്ര കിട്ടും? മൈനസ് 1 ഈക്വൽസ് മൈനസ് 10. നെഗറ്റീവ് നെഗറ്റീവ് കട്ട് ചെയ്ത് പോകുമ്പോൾ y ഈസ് ഈക്വൽ ടു 10 എന്ന് കിട്ടും. നമുക്ക് എക്സും കൂടെ കണ്ടുപിടിക്കണം. അപ്പൊ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊടുത്താൽ മതി. നമ്മുടെ ഇക്വേഷൻ എന്താണ്? എക്സ് മൈനസ് 3y ഈക്വൽസ് മൈനസ് 8. ഇതിൻ്റെ അകത്ത് കൊടുക്കാം. എക്സ് മൈനസ് 3 ഇൻറ്റു 10 ഈക്വൽസ് മൈനസ് 8. എക്സ് മൈനസ് 30 ഈക്വൽസ് മൈനസ് 8. എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 30 അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ പ്ലസ് 30. എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 8 പ്ലസ് 30 ഈസ് 22. എക്സും വൈയും നമുക്ക് കിട്ടി. ആരുടെ വയസ്സാണ് എക്സ്? റഹീമിന്റെ. ആരുടെ വയസ്സാണ് വൈ? രാമുവിൻ്റെ. അതല്ലേ? അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഏജ് ഓഫ് റഹീം ഈക്വൽസ് 22 years and the age of Ramu equals 10 years. ഇതാണ് നമ്മുടെ ആൻസർ. ഇനി നമ്മുടെ കണ്ടീഷൻ വെച്ചിട്ട് നോക്കാം. എന്താണ്? ഇപ്പോഴ് പ്രസന്റ് 22ഉം 10ഉം, 4 വർഷങ്ങൾക്ക് മുമ്പ് 18ഉം ഇവിടെ എത്ര 6ഉം, 2 വർഷങ്ങൾക്ക് ശേഷം 22 24 10 12. നോക്കിക്കേ, 12 ഇരട്ടിയല്ലേ 24, 6ന്റെ 3 മടങ്ങല്ലേ 18. അപ്പൊ നമ്മുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് അല്ലേ? അങ്ങനെ വേണമെങ്കിൽ നമുക്ക് വെരിഫൈ ചെയ്ത് നോക്കാം ആൻസർ ശരിയാണോ ഇല്ലയോ. ഓക്കെ, അപ്പം 3 ചോദ്യങ്ങളും ചെയ്തു കഴിഞ്ഞു. അപ്പൊ ഈ എക്സസൈസിൽ ആ 3 ചോദ്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അത് 3ഉം ചെയ്തു കഴിഞ്ഞ് നിങ്ങൾക്ക് 3 ചോദ്യങ്ങളും മനസ്സിലായെന്ന് വരുന്നു. ഇനി അടുത്ത പോർഷൻസ് എക്സസൈസ് ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ടിൽ ദെൻ ബൈ. ഓക്കെ.